ഹായ് ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജീഷ് മയൂഖം. ഏവർക്കും കാര്യസ്ഥം ബ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഗുരുവായൂർ അമ്പലനടയിലാണ്. ഏതൊരു ഹിന്ദു വിശ്വാസിയെ സംബന്ധിച്ചും വിവാഹം എന്ന് പറയുമ്പോൾ ആ വിവാഹം ഗുരുവായൂർ അമ്പലനടയിൽ നടത്തണമെന്ന് ആഗ്രഹമുള്ള ആളുകളായിരിക്കും. കാരണം ഏറ്റവും അധികം വിവാഹങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ഗുരുവായൂർ. നമ്മളെപ്പോലുള്ള ഒരു ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലവുമാണ് ഗുരുവായൂർ. കാരണം ഇവിടുത്തെ വിവാഹം ക്ഷേത്ര ചടങ്ങുകൾ ബന്ധപ്പെട്ട് മാത്രം നിൽക്കുന്ന വിവാഹങ്ങൾ, എപ്പം ചെന്നാലും വധൂവരന്മാരുടെ ഒരു തിരക്കുകളും ഫോട്ടോഗ്രാഫിയുടെ ഒരു മേളവും എല്ലാം ഉള്ള ഒരു മനോഹരമായ നിമിഷം കണ്ണൻ്റെ മുന്നിൽ നിൽക്കുമ്പം അതൊരു വലിയ സന്തോഷമാണ്. എവിടെ നോക്കിയാലും അവരുടെ ജീവിതത്തിൽ ഒന്നാകുന്ന രണ്ട് കുടുംബങ്ങളെ തമ്മിൽ ചേർക്കുന്ന ഒരു മനോഹരമായ സങ്കല്പമുള്ള സ്ഥലം. അതെ, ഈ കൂവളം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് പ്രശ്നം പറ്റിപ്പോയ കൂളാണ്. അവരത് ഒതുക്കി പണിതു. ഇതാണ് ഗുരുവായൂർ അമ്പലനടയിലെ വിവാഹ മണ്ഡപം. ആദ്യത്തെ വിവാഹ മണ്ഡപമാണ്. ഇന്ന് ഒരു മണ്ഡപത്തിൽ മാത്രമാണ് വിവാഹം നടക്കുന്നത്. വളരെ കുറച്ച് കല്യാണങ്ങളുള്ള ദിവസമാണെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഇവിടെ എത്തിയിരിക്കുന്നത് എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു ചേച്ചിയുടെ മകളുടെ വിവാഹത്തിന് വേണ്ടിയാണ്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ എപ്പോഴും പ്രോഗ്രാംസാണ്. ഒരുപാട് പേര് അവരുടെ ജീവിതത്തിലെ അവരുടെ കലയെ ആദ്യമായി അവതരിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു വേദിയാണ് മേൽപ്പത്തൂരിൻ്റെ ഈ ഓഡിറ്റോറിയം. എപ്പോഴും ആളുകൾ നിറഞ്ഞു നിൽക്കുന്നു. ഇവിടെ ഭയങ്കര രസമെന്ന് വെച്ചാൽ കുറേ ഫോറിനേഴ്സ്, അവിടെ ഒരു ഫോറിൻ വിവാഹം, അതായത് പയ്യൻ ഫോറിനറാണ്, ആ ഒരു വിവാഹം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പയ്യനെയും പെൺകുട്ടിയും വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഞാനിവിടെ ഒരു വിവാഹം കൂടാൻ വന്നതാണ്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ വിവാഹം അല്ലാതൊരു വിവാഹം കൂടാൻ വന്നത്. ഇതാണ് നമ്മുടെ പയ്യൻ പെൺകുട്ടിയാണ് നമ്മുടെ ആള്. പയ്യനാണിത്. പെൺകുട്ടിയുടെ അമ്മ എൻ്റെ ഫ്രണ്ടാണ് ശാലിനി ചേച്ചി. ശാലിനി ചേച്ചിയോട് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. ശാലിനി ചേച്ചിയുടെ രണ്ടാമത്തെ മകൾ കുടുവിൻ്റെ വിവാഹമാണ്. കുടുംബസമേതമാണ്. ഇപ്പം രാവിലെ അമ്പലത്തിൽ വെച്ച് താലികെട്ടും, ബാക്കി ഒരു ഹോളിൽ വെച്ചാണ് ചടങ്ങ്. ഇതാണ് കുടുവിനെ കല്യാണം കഴിക്കാൻ പോകുന്നത്. അമ്മ സ്നേഹത്തോട് ജിബി എന്ന് വിളിക്കുന്ന ജിബി. അപ്പം ഇതാണ് നമ്മുടെ പയ്യൻ വരനെല്ലാവരും കണ്ടല്ലോ. അപ്പോൾ നമുക്ക് വധുവിനെ കാണാം. ഈ വരുന്നതാണ് ശാലിനി ചേച്ചി. കൂടെയുള്ളത് ശാലിനി ചേച്ചിയുടെ മൂത്ത മോള് ചാരുവാണ്. ശരിക്കും നമ്മുടെ ഒരു ഫാമിലിയാണ് അവർ എല്ലാവരും. കാരണം ചേച്ചി ഒരു ബ്യൂട്ടീഷ്യനാണ്. ഗുരുവായൂർ നിങ്ങൾക്കൊരു വെഡ്ഡിങ് നടക്കുമ്പം അവിടെ ഒരു ബ്യൂട്ടീഷ്യൻ്റെ കുറവുണ്ടെങ്കിൽ ശാലിനി ചേച്ചി ഒരു നല്ലൊരു ചോയ്സാണ്. കാരണം ഞാൻ ഗുരുവായൂർ നടത്തിയ വിവാഹങ്ങളിലെല്ലാം എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരാളാണ്. ബ്യൂട്ടീഷ്യനുപരി നമുക്ക് അവിടെ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും ചേച്ചി അതിനുള്ള കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ ഒരു ആത്മാർത്ഥമായ ഒരു ബന്ധമുള്ള ഒരാളാണ്. ശാലിനി ചേച്ചിയുടെ മകളുടെ വിവാഹമാണ്. അപ്പോൾ അത് ബന്ധപ്പെട്ടാണ് ഗുരുവായൂർ എത്തിയത്. ശരിക്കും ഗുരുവായൂരിലെ വിവാഹവേദി ചെന്നപ്പോഴാണ് ശരിക്കും എന്ത് മനോഹരമായ നിമിഷമാണ്. എപ്പോഴും വിവാഹങ്ങളും നാദസ്വരത്തിൻ്റെയും തകിലിൻ്റെയും ഒക്കെ ശബ്ദമൊക്കെയാണ്. എന്തായാലും വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ വിവാഹം കൂടാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ വിവാഹത്തിൽ കുറേ മാറ്റങ്ങളുണ്ട്. അതായത് ഗുരുവായൂർ അമ്പലനടയിൽ നടത്തുന്നതല്ല, ഇവർ ഹോളിൽ നടത്തുന്ന വിവാഹത്തിന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ആ വീഡിയോ ചെയ്യേണ്ട കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇവരുടെ താലികെട്ടും എല്ലാം നിങ്ങളത് കാണിക്കുക. അതിനുശേഷം ആ ഹോളിൽ നടന്ന ചടങ്ങിനെ കുറിച്ചും പറയുക. ഒരു വലിയ സന്തോഷമുള്ള ഒരു നിമിഷം. രണ്ട് കുടുംബങ്ങളുടെ ഒരു ഒത്തുചേരൽ, കുറേ ആളുകളുടെ കുറേ കാലത്തെ ഒരാഗ്രഹം. ഒരമ്മയെന്ന് അച്ഛൻ മരിച്ചിട്ടും രണ്ട് പെൺകുട്ടികളെയും വിവാഹം കഴിപ്പിച്ച് വിടാൻ ഒരമ്മ എടുത്ത എഫേർട്ട്, അതൊരു വലിയ എഫേർട്ടാണ്. ശാലിനി ചേച്ചിയെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഫീൽഡിലുള്ള. ചേച്ചിയെ സംബന്ധിച്ച് ഇത്രയും കൃത്യമായി വർക്കുകൾ കൈകാര്യം ചെയ്യുകയും അത് നല്ല നീറ്റായി ചെയ്യാവുന്ന ഒരാളാണ്. വർക്കിനെ ഒരു ബേസ് ചെയ്ത് കാണുന്ന ഒരാളല്ല. വലിയ വർക്ക്, ചെറിയ വർക്ക്, അങ്ങനെ ഒരു കൺസെപ്റ്റേ ഇല്ല. എല്ലാ വർക്കുകളെയും തൻ്റെ നല്ല വർക്കുകളായി കണ്ട് അത് വൃത്തിയായി ചെയ്യുകയും അതിനകത്തൊരു തനിക്ക് കിട്ടുന്ന വരുമാനത്തിനപ്പുറം തനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു റിസൾട്ടിന് വേണ്ടി ഒരുപാട് ആഗ്രഹിക്കുന്നതാണ്. അപ്പം എനിക്ക് ഏറ്റവും സന്തോഷം, ഞാൻ ഇത്രയും എന്താ പറയുക സ്വാതന്ത്ര്യത്തോടെ ഒരു വിവാഹം കണ്ടത് ഇതായിരിക്കാം സത്യമായിട്ട്. കാരണം എപ്പോഴും ടെൻഷനിലാണല്ലോ ഒരു വിവാഹം നടത്തുമ്പം അതിൻ്റെ പുറകെ ഓട്ടമാണല്ലോ. അപ്പം അവരങ്ങനെ ഗുരുവായൂർ അമ്പലനടയിലെ വിവാഹ മണ്ഡപത്തിലേക്ക് വലതുകാല് വെച്ച് കയറിയിരിക്കുന്നു. ഇവിടുത്തെ വിവാഹ ചടങ്ങ് വളരെ ലളിതമാണ്. എല്ലാവർക്കും ഒരേ ചടങ്ങ് മാത്രമേ ഉള്ളൂ. ഒരു സെറ്റ് സാരിയിൽ വളരെ സുന്ദരിയായിട്ടാണ് കുടു ഉള്ളത്. കുടുവിന് ശരിക്കുള്ള പേര് സൗവർണിയ എന്നാണ്. അപ്പം ഞാൻ കുടു എന്ന് വിളിച്ച് എനിക്ക് അങ്ങനെ വരുന്നുള്ളൂ കുടു. അപ്പോൾ അവരുടെ താലികെട്ടാണ്. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവളുടെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷങ്ങളിലൊന്നാണ് അവൾ വധുവാകുന്നു, പിന്നെ അമ്മയാകുന്നു. അങ്ങനെ കുറേ മൊമെന്റ്സ് ഉണ്ട് അവരുടെ ജീവിതത്തിൽ. അതിലെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷമാണ്
വധുവാകുക എന്ന് പറയുന്നത്. ഒരമ്മയെ സംബന്ധിച്ച് തൻ്റെ മകളെ ഒരാളുടെ കൈ പിടിച്ചേൽപ്പിക്കുമ്പം ഏറ്റവും സന്തോഷമുള്ള നിമിഷം. ശരിക്കും ശാലിനി ചേച്ചി അത്രയും എഫേർട്ട് എടുക്കുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് കല്യാണത്തിൻ്റെ തുടക്കം മുതൽ ചേച്ചി ഇതിൻ്റെ പുറകെ നടക്കുന്നതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാം. എത്രമാത്രം ടെൻഷൻ അടിക്കുന്നുണ്ട്, എത്രമാത്രം ഇതുണ്ടെന്നെല്ലാം. അപ്പം അത്രയും സന്തോഷത്തോടെയാണ് ആ അമ്മ അവിടെ നിൽക്കുന്നത്. അപ്പം എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര സന്തോഷമായൊരു വിവാഹമാണ്. കുറേ കാലഘട്ടങ്ങൾക്ക് ശേഷമാണ് എന്താ പറയുക, ഒരു വിവാഹം പോയി വളരെ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ പോയിരുന്ന് കാണുന്നത്. അപ്പം സീമന്തരേഖ സിന്ദൂരം ചാർത്തുകയാണ്. ഗുരുവായൂർ അമ്പലനടയിൽ നമ്മൾ ഒരുപാട് വിവാഹങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ചെറിയ വിവാഹം ഇങ്ങനെ നിന്ന് കാണാൻ പറ്റിയൊരു വിവാഹം ഇതാദ്യമായിരിക്കും. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ശാലിനി ചേച്ചി ഞങ്ങളെ ഫുൾ ഫാമിലി അങ്ങോട്ട് വിളിച്ചത് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഇനി കുടുവിന് ജിബിയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നുണ്ട്. അമ്മയാണ്, അച്ഛനില്ലാത്തതുകൊണ്ട് അമ്മ മക്കളുടെ മകളുടെ കൈ പിടിച്ച് മകനെ ഏൽപ്പിക്കാൻ പോവുകയാണ്. അതും ഒരു നല്ല മനോഹരമായ ചടങ്ങാണ്. ഏതൊരു അമ്മയെ സംബന്ധിച്ചും ഏറ്റവും ധന്യമായ മുഹൂർത്തം. ശരിക്കും ചടങ്ങ് ചെയ്യുന്ന അച്ഛന്മാരാണെങ്കിൽ അച്ഛനിൽ മരിച്ചിട്ടും 2 പെൺകുട്ടികളെയും നന്നായി നോക്കിയ ഈ അമ്മയ്ക്കുള്ളതാണ് എൻ്റെ ഇന്നത്തെ ദിവസത്തെ ഒരു വലിയ സല്യൂട്ട്. കാരണം അത് വലിയൊരു കാര്യമാണ്. ഒരുപാട് അമ്മമാരുണ്ട് അങ്ങനെ. അപ്പം ആ അമ്മമാർക്ക് മുന്നിൽ എല്ലാവർക്കും വേണ്ടി ഈ വീഡിയോ സമർപ്പിക്കുന്നു. എന്തായാലും ഇവർക്ക് 2 പേർക്കും ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ, എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് മാത്രം ശ്രീ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ആ കള്ളക്കണ്ണനോട് പ്രാർത്ഥിച്ചുകൊണ്ട്. ശരിക്കും എന്ത് മനോഹരമായ ഒരു സ്ഥലമാണെന്നറിയാമോ. ശരിക്കും ആളുകൾ നിറഞ്ഞെങ്കിലും അതിനിടയ്ക്ക് ഒരുപാട് കല്യാണം, ഓരോ സമയവും വിവാഹം നടന്നു പോകുന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി ഒരു സ്ഥലമാണ് ഗുരുവായൂർ. അപ്പോൾ അവരിവിടെ നിന്ന് ഒന്നിച്ചു. അവർക്ക് എല്ലാ നന്മകളും ഗുരുവായൂരപ്പൻ്റെ പേരിൽ നേർന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. തുടർന്ന് ഇവരുടെ വിവാഹത്തിൻ്റെ ചടങ്ങുകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബായ്.